ഓക്കെ, നമ്മുടെ അടുത്ത ചാപ്റ്ററാണ് ബയോമോളിക്യൂൾസിനകത്ത് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ. നമുക്ക് ആദ്യം അതിനകത്ത് പഠിക്കാനുള്ളത് മെറ്റബോളൈറ്റ്സുകളെ കുറിച്ചാണ് പറയുന്നത്. മെറ്റബോളൈറ്റ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, പ്രൈമറി മെറ്റബോളൈറ്റ്സ് ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. പ്രൈമറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രോത്ത് അല്ലേ, അങ്ങനെയുള്ള റെസ്പിറേഷൻസിനകത്തൊക്കെ ഡയറക്റ്റ്ലി ഇൻവോൾവ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് അല്ലേ, ബോഡി ഗ്രോത്തും അതിനകത്തൊക്കെ ഡയറക്റ്റ്ലി ഇൻവോൾവ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് പ്രൈമറി മെറ്റബോളൈറ്റ്സ് എന്നറിയപ്പെടുന്നത് അല്ലേ. മെറ്റബോളൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്, കോൺസ്റ്റൻ്റ്ലി യൂട്ടിലൈസ് ഇൻ വേരിയസ് മെറ്റബോളിക് ആക്ടിവിറ്റിനെ രണ്ട് ടൈപ്സ് ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു. പ്രൈമറി മെറ്റബോളൈറ്റ്സും ഉണ്ട്, സെക്കൻഡറി മെറ്റബോളൈറ്റ്സും ഉണ്ട്. പ്രൈമറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ദ ഗ്രോത്ത് സെൽ അല്ലേ, ഗ്രോത്ത് ഓഫ് ദ സെല്ലിലെ ഗ്രോത്തിന് വേണ്ടി എസെൻഷ്യലായിട്ട് സഹായിക്കുന്നതൊക്കെ പ്രൈമറി. അപ്പോൾ ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്ററിയാണ് ഈ പ്രൈമറി മെറ്റബോളൈറ്റ്സിന് ഉള്ളത്. They are produced continuously during the growth phase, are involved in primary metabolic process such as respiration and photosynthesis. പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ്, പോളിസാക്കറൈഡ് ഒക്കെ എന്താണ് ഈ പറയുന്ന പ്രൈമറി മെറ്റബോളൈറ്റ്സ് ആയിട്ടാണ് അവിടെ പറയുന്നത്. ഈ സെക്കൻഡറി ഉണ്ട്. സെക്കൻഡറി ആക്കുമ്പോൾ നേരിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരാണ്, ഡയറക്റ്റ് ഗ്രോത്തുമായിട്ടോ മറ്റ് പ്രോസസ്സുമായിട്ടോ സെല്ലിൻ്റെ നേരിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരെല്ലാം സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്നറിയപ്പെടുന്നത്. ദേ ആർ compound which derived by pathway from primary metabolic routes are not essential to sustain the life of the cell. നോട്ട് എസെൻഷ്യൽ ആണ്, അതിന് നേരിട്ട് അനിവാര്യതയൊന്നും തന്നെ ഇല്ല. ദീസ് compound do not have a continuous production ആണ്. സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആർ എൻഡ് പ്രൊഡക്റ്റ് ഓഫ് പ്രൈമറി മെറ്റബോളൈറ്റ്സിൻ്റെ എൻഡ് പ്രൊഡക്ട്സ് ആയിട്ടാണ് വരുന്നത്. സച്ച് ആസ് ആൽക്കലോയിഡ് ഉണ്ട്, ടോക്സിൻസ് ഉണ്ട്, സ്റ്റീറോയിഡ് ഉണ്ട്, എസൻഷ്യൽ ഓയിലുണ്ട്, ലിറ്റിൻസ് ഉണ്ട്, ഡ്രഗ്സ് ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കുക. സം എക്സാമ്പിൾ, പിഗ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ് കരോട്ടിൻ എന്ന് പറയുന്ന സാധനമുണ്ട്, സയാനിനുണ്ട്, അല്ലേ. കരോട്ടിൻ എന്ന് പറയുമ്പോൾ അതുപോലെ സാന്തോഫിലൊക്കെ ഉണ്ട്. സാന്തോഫിൽ യെല്ലോ കളർ കൊടുക്കുന്നതാണ് സാന്തോഫിൽ, യെല്ലോയിഷ് ഓറഞ്ച് ആണ് കരോട്ടിൻ. ആന്തോസയാനിൻ എന്ന് പറയുന്ന റെഡ് പർപ്പിൾ കളർ കൊടുക്കുന്നതാണ് ആന്തോസയാനിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റ്. അപ്പോൾ അതൊക്കെ എന്തിന് വരും, സെക്കൻഡറി മെറ്റബോളിറ്റ്സ് വരും. ആൽക്കലോയിഡ്സിനകത്തുണ്ട് മോർഫിൻ, കോഡൈൻസ് ഒക്കെയാണ് എക്സാമ്പിൾ. ടെർപ്പനോയിഡ്സിനകത്ത് ടെർപ്പൈൻസ് ഉണ്ട്, ഡൈ ടെർപ്പൈൻസ് ഉണ്ട്. എസൻഷ്യൽ ഓയിൽസിനകത്ത് ലെമൺ ഗ്രാസ് ഓയിൽസ് വരുന്നുണ്ട്. ടോക്സിൻസിനകത്താണ് ആബ്രിൻ റെസിൻസ് വരുന്നത്. അതുപോലെ ലിസ്റ്റിൻസിനകത്താണ് കോൺകാവലിൻ എ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഡ്രഗ്സിനകത്താണ് ബിൻബ്ലാസ്റ്റിൻ, കുർക്കുമിൻ എന്ന് പറയുന്ന സാധനങ്ങൾ വരുന്നത്. പോളിമറിക് സബ്സ്റ്റൻസ് ആണ് റബ്ബർ, ഗംസ്, സെല്ലോസ് ഒക്കെ വരും. ഇതൊക്കെ എന്തിന് എക്സാമ്പിളായി പറയുന്ന സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന് എക്സാമ്പിളായിട്ടാണ് പറയുന്നത്. അതേപോലെ സം ഓഫ് ദ പ്രോട്ടീൻ ആൻഡ് ദർ ഫങ്ഷൻ, ചില പ്രോട്ടീനുകളെയും കുറിച്ച് പറയുന്നുണ്ട്. കൊളാജൻ ഉണ്ട്. കൊളാജൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഇൻട്രാ സെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആണ്. ട്രിപ്സിൻ എന്ന് പറഞ്ഞാൽ എൻസൈമാണ്. ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ ഹോർമോണാണ്. ആൻറ്റിബോഡി ഉണ്ട്, ഫൈറ്റ് ഇൻഫെക്ഷ്യസ് ഏജൻ്റാണ്. റിസപ്റ്റർ ഉണ്ട്, സെൻസർ റിസപ്ഷൻ എന്ന പരിപാടിയാണ്. GLUT4 ആണ്, ഇനേബിൾ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടിൻ്റെ സെൽസ് ആണ് ആ പരിപാടി. GLUT4ൻ്റെ പ്രധാന പരിപാടിയായിട്ട് ഇവിടെ പറയുന്നത്. ഇനി പ്രോട്ടീൻസിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. പ്രോട്ടീൻസ് ആർ ദ പോളിപെപ്റ്റൈഡ് ഫോംഡ് നമ്പർ ഓഫ് അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ് ലിങ്ക്ഡ് ബൈ എ പോളിപെപ്റ്റൈഡ് ബോണ്ട്. അമിനോ ആസിഡുകൾ പോളിപെപ്റ്റൈഡ് ബോണ്ടിലൂടെ യോജിച്ചാണ് ആരായിട്ട് മാറുന്നത്, പ്രോട്ടീൻസ് ആയിട്ട് മാറ്റപ്പെടുന്നത് അല്ലേ. അതിനകത്ത് പെപ്റ്റൈഡ് ബോണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയുമ്പോൾ ദ ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ the carboxyl group of one amino acids react with amino group of next amino acid. ഒരു അമിനോ ആസിഡിൻ്റെ കാർബോക്സിൽ ഗ്രൂപ്പും മറ്റൊരു അമിനോ ആസിഡിൻ്റെ അമിനോ ഗ്രൂപ്പും തമ്മിൽ റിയാക്ട് ചെയ്താണ് എന്നുണ്ടാകുന്നു ഈ പറയുന്ന പെപ്റ്റൈഡ് ബോണ്ട്. എലിമിനേഷൻ ഓഫ് വാട്ടർ, ഈ പ്രവർത്തന ഫലമായി ജലത്തെ പുറത്തോട്ട് വിടുകയാണ് അവിടെ ചെയ്യുന്നത് കേട്ടല്ലോ. അപ്പോൾ ഇവിടെ നോക്കുക, proteins are formed in number of different amino acids, hence the proteins are heteropolymer. വിവിധ തരം അമിനോ ആസിഡ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഹെറ്ററോപോളിമർ എന്ന വിഭാഗത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ മോണോമർ തികച്ചും എൻറ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും. ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് പ്രോട്ടീൻ്റെ പല ടൈപ്പ് ഉണ്ട്. പ്രൈമറി സ്ട്രക്ചർ ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടെറസ്ട്രി ഉണ്ട്, കോട്ടണറി ഉണ്ട്. ഇങ്ങനെ 4 സ്ട്രക്ചറാണുള്ളത്. പ്രൈമറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ലീനിയർ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്സ് എന്നാണ് അവിടെ അറിയപ്പെടുന്നത് അല്ലേ.
അതിനകത്ത് അമിനോ ആസിഡ്സ് അറേഞ്ച്ഡ് ഇൻ എ ലൈൻസ്. പ്രോട്ടീൻസ് ആർ ഇമാജിൻ ആസ് എ ലൈൻ. ലെഫ്റ്റ് എൻഡ് റെപ്രസെൻറ്റഡ് ഫസ്റ്റ് അമിനോ ആസിഡ്. അപ്പോൾ നമ്മളിങ്ങനെ വരയ്ക്കുകയാണ്. ഇതാണ് ലീനിയർ സീക്വൻസ്. ലെഫ്റ്റ് എൻഡ് ആണ് ഫസ്റ്റ് അമിനോ ആസിഡാണ് ആദ്യത്തത്, മറ്റാത്തത് ലാസ്റ്റ് അമിനോ ആസിഡ് അല്ലേ. ഫസ്റ്റ് എൻഡിന് പറയുന്ന പേര് എൻ ടെർമിനൽ അമിനോ ആസിഡും മറ്റേതാണ് സി ടെർമിനൽ അമിനോ ആസിഡ്. സി ടെർമിനൽ കണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ ഷേപ്പ്. അപ്പോൾ ഫസ്റ്റ് അമിനോ ആസിഡ് എൻ ടെർമിനൽ ആണെങ്കിൽ ലാസ്റ്റ് അമിനോ ആസിഡ് എന്ന് പറയുന്നത് സി ടെർമിനൽ അമിനോ ആസിഡ്സ് എന്നാണ് പറയുന്നത്. പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ഗീവ് ദ പൊസിഷൻ ഇൻഫർമേഷൻ ഓഫ് അമിനോ ആസിഡിനെ പ്രോട്ടീൻ എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. രണ്ടാമത്തെ സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. ഇഫ് ദ പോളിപെപ്റ്റൈഡ് ഈസ് കോയിൽഡ് ടു ഫോം എ ഹെലിക്സ് സ്ട്രക്ചർ. ഹെലിക്കൽ സ്ട്രക്ചറിൽ വരുന്നതാണ് സെക്കൻഡറി സ്ട്രക്ചർ. ഇങ്ങനെ വരുന്ന സ്ട്രക്ചറാണ് സെക്കൻഡറി സ്ട്രക്ചർ എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. കണ്ടോ, സ്ട്രക്ചറാണ് ഹെലിക്കൽ സ്ട്രക്ചർ എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. കേട്ടല്ലോ. ഇനി മൂന്നാമതാണ് ടെറസ്ട്രി സ്ട്രക്ചറിനെ കുറിച്ച് പറയുന്നത് അല്ലേ. പെപ്റ്റൈഡ് ചെയിൻ ആൾസോ ഫോൾഡഡ് അപ് ടു ഇറ്റ് സെൽഫ് ഇൻ എ ഹോളോ വുളൻ ബാൾ അല്ലേ. ഐ ഗീവ് റൈസ് ടു സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് ഡയമെൻഷൻ ഓഫ് പ്രോട്ടീൻ എന്നറിയപ്പെടുന്നത്. ഹൈലി കോയിൽഡ് സ്ട്രക്ചറാണ്. പോളിപെപ്റ്റൈഡ് ചെയിൻ കൊണ്ടാണ് അത് നിർമ്മിക്കപ്പെട്ടത്. ഇങ്ങനെ ഷേപ്പ് ഒരു ഇങ്ങനെ ആയിരിക്കുന്ന ചുറ്റി കിടക്കുന്ന ഒരു ഷേപ്പാണ് ഏത് ടെറസ്ട്രി സ്ട്രക്ചർ എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. ടെറസ്ട്രി സ്ട്രക്ചർ ഈസ് അബ്സല്യൂട്ട്ലി നെസസറി ഫോർ മെനി ബയോളജിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് പ്രോട്ടീൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി കോർഡിനറി സ്ട്രക്ചർ. പ്രോട്ടീൻ ഫോംഡ് മോർ ദാൻ വൺ പോളിപെപ്റ്റൈഡ് ചെയിൻ. ഒന്നിൽ കൂടുതൽ പോളിപെപ്റ്റൈഡ് ചെയിൻ കൊണ്ടാണ് കോർഡിനറി സ്ട്രക്ചർ നിർമ്മിക്കപ്പെട്ടിരുന്നത് അല്ലെ. മാനർ വിച്ച് ദീസ് ഇൻഡിവിജ്വൽ ഫോൾഡഡ് പോളിപെപ്റ്റൈഡ് ഓർ സബ് യൂണിറ്റ്സ് ആർ അറേഞ്ച് റെസ്പെക്ട് ടു ഈച്ച് അതർ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് പോളിപെപ്റ്റൈഡ് സീക്വൻസ് ഉണ്ട്. അതിനകത്ത് അഡൽട്ട് ഹീമോഗ്ലോബിൻ കൺസിസ്റ്റ് ഓഫ് 4 സബ് യൂണിറ്റ് ഉണ്ട്. കൺസിസ്റ്റ് ഓഫ് 2 ആൽഫ ആൻഡ് 2 ബീറ്റ ചെയിൻ. ഒരിടത്ത് ഇങ്ങനെ ഒരു ചെയിൻ ഇങ്ങനെ തുടങ്ങും, അടുത്ത ഫോൾഡഡ് സ്ട്രക്ചർ വരുന്നു, അവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് കണ്ട. പിന്നെ ലാസ്റ്റ് ഇത് കണ്ട, അതിനകത്ത് സ്റ്റാർട്ടിങ് എൻഡിങ് കൃത്യമായിട്ട് കാണിക്കണം. ഇത് സ്റ്റാർട്ടിങ്, ഇത് എൻഡിങ്. നമ്പർ ഓഫ് പോളിപെപ്റ്റൈഡ് സീക്വൻസ് വരുന്നതാണ് ഏത് കോർഡിനറി സ്ട്രക്ചർ എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. ഓക്കെ, അതിൻ്റെ ഘടന ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഹെലിക്കൽ സ്ട്രക്ചറും ഇത് നമ്മുടെ രണ്ടാമത്തെ ടെറസ്ട്രി സ്ട്രക്ചറിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് മൊത്തമുള്ള സ്ട്രക്ചർ ഇതുണ്ട്. ഇത് പ്രൈമറി, ഇത് സെക്കൻഡറി, ടെറസ്ട്രി, ഇത് കോർഡിനറി. ഇതാണ് പ്രോട്ടീൻ്റെ 4 സ്ട്രക്ചറായിട്ട് അവിടെ പറയുന്നത്. ഈ നേച്ചർ ഓഫ് ബോണ്ടുകളെ കുറിച്ചാണ് പറയുന്നത്. മോണോമറിനെ പോളിമർ അല്ലേ. ആദ്യത്തെ പെപ്റ്റൈഡ് ബോണ്ട്. പെപ്റ്റൈഡ് ബോണ്ട് നമ്മൾ നേരത്തെയും പറഞ്ഞു, 2 അമിനോ ആസിഡുകൾ ചേർന്നുണ്ടാകുന്ന ബോണ്ടാണ് പെപ്റ്റൈഡ് ബോണ്ട്. അതിനകത്ത് ഒരു അമിനോ ആസിഡിൻ്റെ കാർബോക്സിൽ ഗ്രൂപ്പും മറ്റൊരു അമിനോ ആസിഡിൻ്റെ അമിനോ ഗ്രൂപ്പിൽ തമ്മിലാണ് ലിങ്ക് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് ആരെ റിലീസ് ചെയ്യും? വാട്ടറിനെ റിലീസ് ചെയ്യും. അപ്പോൾ ഇതൊരു ഫസ്റ്റ് അമിനോ ആസിഡാണ്. കണ്ടോ, ഒരു അമിനോ ആസിഡാണ്. ഇത് സെക്കൻഡ് അമിനോ ആസിഡാണ്. ഈ അമിനോ ആസിഡിന് തമ്മിലാണ് ലിങ്ക് ചെയ്യുന്നത്. ലിങ്ക് ചെയ്യുമ്പോൾ ആരെ പുറത്തോട്ട് വിടും? അമിനോ ആസിഡിൻ്റെ ഒരു ആസിഡും മറ്റൊന്നിൻ്റെ അമിനോ ഗ്രൂപ്പ്. കണ്ട്, ഇതാണ് ആസിഡാണ് ഇവിടെ COOH. ഇതാണ് അമിനോ ഗ്രൂപ്പ്. മറ്റൊരു അമിനോ ആസിഡിൻ്റെ അമിനോ ഗ്രൂപ്പുമായിട്ടാണ് ലിങ്ക് ചെയ്യുന്നത്. അമിനോ ഗ്രൂപ്പായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഒരു OHും ഇപ്പുറത്തെ H എലിമിനേറ്റ് ചെയ്ത് ആരായിട്ട് പോകും? വാട്ടറായിട്ട് പോകും. കണ്ട, ഇതാണ് ജലമായിട്ട് പുറത്തോട്ട് പോകുന്നത്. മിച്ചമുള്ള സാധനങ്ങളവിടെ കൂട്ടിച്ചേർക്കുകയാണ് അവിടെ ചെയ്യുന്നത്. മിച്ചമുള്ള സാധനം കൂട്ടിച്ചേർക്കുമ്പോൾ അവിടെ എങ്ങനെ വരും? അവിടെ ബോണ്ട് ഇതിങ്ങനെ വരും. കണ്ട, ഇങ്ങനെ വരും. ഇങ്ങനെ വരുന്ന ബോണ്ടിനെ പറയുന്ന പേരാണ് പെപ്റ്റൈഡ് ബോണ്ട്സ് എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. പെപ്റ്റൈഡ് ബോണ്ട്, എലിമിനേഷൻ ഓഫ് വാട്ടർ. കൂടിച്ചേരുന്നതിന് ഫലമായി ആര് പുറത്തോട്ട് പോകും? വാട്ടർ പുറത്തോട്ട് പോവുകയാണ് അവിടെ ചെയ്യുന്നത്. ഇനി ഗ്ലൈക്കോസൈഡിക് ബോണ്ട്. 2 മോണോസാക്രൈഡുകൾ ചേർന്നുണ്ടാകുന്ന ബോണ്ടാണ് ഗ്ലൈക്കോസൈഡിക് ബോണ്ട് അല്ലേ. എവിടെയും ഡീഹൈഡ്രേഷൻ ബോണ്ടാണ്, ജലം പുറത്തോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ഗ്ലൂക്കോസ് 2 ഗ്ലൂക്കോസ് തമ്മിലാണ് ഇവിടെ കൂടി ചേരുന്നത്. ഗ്ലൈക്കോസൈഡിക് ബോണ്ട് നോക്കിനകത്ത് ഇവിടെ കൂടി ചേരുമ്പോൾ ഇവിടുന്ന് Hഉം ഇവിടുന്ന് OHും വാട്ടറായിട്ട് പുറത്തോട്ട് പോകും. കണ്ട, 2 H, ഇവിടുന്ന് ഒരു H, ഇവിടുന്ന് ഒരു H. അപ്പോൾ ആരാണ്? H2. പിന്നെ ഒരു Oയും കൂടെ പോകുന്നു. എലിമിനേറ്റ് പുറത്തോട്ട് പോവുകയാണ് അവിടെ ചെയ്യുന്നത്. മിച്ചമുള്ളത് കൂടിച്ചേർ. മിച്ചമുള്ള ആരൊക്കെ? മിച്ചമുള്ള ഇനി ഒരു Oയുണ്ട്, H ഉണ്ട്. കണ്ട, ഇവിടെയും അങ്ങനെയാണ് പറയുന്നത്. ഇവിടെ അത് മിച്ചമുള്ള സാധനത്തെ ഈ മിച്ചമുള്ള ഓയാണ്. ഈ ഓയെ ഇവിടെ കൂട്ടിച്ചേർപ്പിക്കുകയാണ് അവിടെ
ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ബോണ്ടാണ് ഗ്ലൈക്കോസൈഡിക് ബോണ്ട്സ് എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. ഇനി ഫോസ്ഫോ ഡൈജസ്റ്റർ ബോണ്ട്, ന്യൂക്ലിക് ആസിഡിൽ നടക്കുന്നതാണ് ഫോസ്ഫോ ഡൈജസ്റ്റർ ബോണ്ട്. ന്യൂക്ലിക് ആസിഡ് ഇസ് എ phosphate mostly link 3 carbon of 1 sugar of 1 nucleotide to 5 carbon of sugar x succeeding nucleotide. അപ്പോൾ 3-5- എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. മൂന്നാമത്തെ കാർബൺ ആറ്റം, ഷുഗറിലെ മൂന്നാമത്തെ കാർബൺ ആറ്റവും അല്ലേ ന്യൂക്ലിയോന് ശേഷം മറ്റൊരു എണ്ണത്തിൻ്റെ 5ാമത്തെ കാർബൺ ആറ്റവും തമ്മിലാണ് ഇവിടെ കൂട്ടി യോജിപ്പിക്കുന്നത് അല്ലേ. അങ്ങനെയുള്ള വരുന്ന ബോണ്ടാണ് ഫോസ്ഫോ ഡൈജസ്റ്റർ ബോണ്ട്സ് എന്ന്. ബോണ്ട് ബിറ്റ്വീൻ ഫോസ്ഫേറ്റ് ആൻഡ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഓഫ് ഷുഗർ. ഒന്ന് ഫോസ്ഫേറ്റും മറ്റൊന്നിൻ്റെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുമായിട്ടാണ് ചേരുന്നത്. ഈസ് ആൻ എസ്റ്റർ ബോണ്ട് എന്നറിയപ്പെടുന്നു. സച്ച് എസ്റ്റർ ബോണ്ട് ഐദർ സൈഡ്, എസ്റ്റർ ബോണ്ടിൻ്റെ മറ്റൊരു സൈഡാണ് ഫോസ്ഫോ ഡൈജസ്റ്റർ ബോണ്ട് എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. എസ്റ്റർ ബോണ്ടിൻ്റെ മറ്റൊരു സൈഡിനെ ഫോസ്ഫോ ഡൈജസ്റ്റർ ബോണ്ട്സ് എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയഗ്രാം നമുക്ക് ഈ ഡയഗ്രത്തിന് ഇമ്പോർട്ടൻ്റ് ഇല്ല, ജസ്റ്റ് എന്ത് ബോണ്ട് എന്നത് മാത്രം അറിഞ്ഞിരുന്നാൽ മാത്രം മതി കേട്ടല്ലോ. എസ്റ്റർ ബോണ്ട്സുകളെ കുറിച്ച് പറയുന്നു. ഇനി വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ ഓഫ് DNA കുറിച്ച് പറയുന്നുണ്ട്. വാട്സൺ ആൻഡ് ക്രിക്ക് എന്ന സയൻറ്റിസ്റ്റുകളാണ് DNA ഹെലിക്കൽ സ്ട്രക്ചർ കൊണ്ടുവന്നത്, ചുറ്റുഗോവണിയുടെ ആകൃതി അല്ലേ. മോഡൽസ് ചെയ്ത DNA എക്സിസ്റ്റ് ആസ് എ ഡബിൾ ഹെലിക്സ്, ചുറ്റുഗോവണിയുടെ ആകൃതി എന്ന് പറയുന്നു. 2 സ്ട്രാൻഡ് ഓഫ് പോളിന്യൂക്ലിയേറ്റഡ് ആർ ആൻറ്റി പാരലൽ പൊളാരിറ്റി, അതായത് ഒന്ന് മറ്റൊന്നിന് എതിരായിട്ട് ഒരു സ്ട്രാൻഡ് ഇങ്ങനെ വരുമ്പോൾ കണ്ട അടുത്ത സ്ട്രാൻഡ് അതിന് ഇങ്ങനെ വരും കണ്ട. ഒരു ഡബിൾ സ്ട്രാൻഡഡ് പോളിന്യൂക്ലിയോറ്റൈഡ് സീക്വൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഡബിൾ സ്ട്രാൻഡഡ് പോളിന്യൂക്ലിയോറ്റൈഡ് സീക്വൻസ്. അതിലൊരു സ്ട്രാൻഡ് 5' തുടങ്ങും. ഫോസ്ഫേറ്റിൻ്റെ സ്ഥാനം 5ാമത്താണെങ്കിൽ അവസാനിക്കുന്ന ഹൈഡ്രോക്സിൻ്റെ സ്ഥാനം 3ആയിരിക്കും. 5' 3'. മറ്റേ സ്ട്രാൻഡ് ഹൈഡ്രോക്സൈഡിൻ്റെ സ്ഥാനം 3' തുടങ്ങിയാൽ ഫോസ്ഫേറ്റ് എവിടെ വന്നിരിക്കും 5ൽ വന്ന് അവസാനിക്കും. അതുകൊണ്ട് ഇതിൻ്റെ പൊളാരിറ്റി പറയുന്നത് 5' 3' ആൻഡ് 3' 5' പൊളാരിറ്റി എന്നാണ് ഇതിൻ്റെ പൊളാരിറ്റിക്ക് പറയുന്ന പേര്. ഇവരുടെ ബാക്ക് ബോൺ ഉണ്ടാക്കിയിരിക്കുന്നത് ഷുഗർ ഫോസ്ഫേറ്റ് ഷുഗർ ചെയിൻ കൊണ്ടാണ് ബാക്ക് ബോണുകൾ അവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കേട്ടോ. ബാക്ക് ബോൺസ് ഈസ് മേഡ് അപ്പ് ഓഫ് ഷുഗർ ഫോസ്ഫേറ്റ് ഷുഗർ ചെയിൻ. നൈട്രജൻ ബേസ് ഇൻ്റർ കണക്റ്റഡ് ബൈ ബാക്ക് ബോൺ. നൈട്രജൻ ബേസസ് ആണ് അവിടെ ഇൻ്റർ കണക്ട് ചെയ്യുക. അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അഡിനിൻ 2 ഹൈഡ്രജൻ ബോണ്ട് മുഖാന്തരം തൈമിനുമായിട്ട് വരുമ്പോൾ ഗ്വാനിൻ 3 ഹൈഡ്രജൻ ബോണ്ട് മുഖാന്തരം ആരുമായിട്ട് വരും സൈറ്റോസിൻസുമായിട്ട് കാണപ്പെടുന്നു. അഡിനിൻ 1 സ്ട്രാൻഡ് പെയർ തൈമിൻ ആൻഡ് അതർ എ ബോണ്ട് ഡബിൾ ബോണ്ട് T ബേസ് പെയർ ആണ്. 2 ഹൈഡ്രജൻ ബോണ്ടാണ്. ഗ്വാനിൻ എപ്പോഴും 3 ഹൈഡ്രജൻ ബോണ്ട് മുഖാന്തരമാണ് സൈറ്റോസിനുമായിട്ട് ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഘടന. ഇതിൻ്റെ ഘടന ഉണ്ട്. ഇത് 5' അവസാനിക്കുന്നത് 3', ഇവിടെ 3', ഇത് 5'. അപ്പോൾ പൊളാരിറ്റി എന്താണ് ഇതിൻ്റെ 3' 5' പൊളാരിറ്റി എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി. എൻസൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബയോളജിക്കൽ കാറ്റലിസ്റ്റാണ് എൻസൈം. ആ ബയോളജിക്കലിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി എൻസൈമുകൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ഫാക്ടറാണ്? ആദ്യത്തെ ടെമ്പറേച്ചറും pHഉം. ടെമ്പറേച്ചറും pHഉം കൂടുന്നതനുസരിച്ച് എൻസൈം ആക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ഒരു പർട്ടിക്കുലർ പീരീഡ് എത്തിക്കഴിയുമ്പോൾ പെട്ടെന്ന് ഡിക്ലൈൻ കുറയുകയാണ് അവിടെ ചെയ്യുന്നത്. എൻസൈം ജനറലി ഫങ്ഷൻസ് നാരോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് pH. എൻസൈം ഷോ ഹയസ്റ്റ് ആക്ടിവിറ്റി അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഇത് ഒപ്റ്റിമം pH. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒപ്റ്റിമം pH. ഇവിടെ എന്തായിരിക്കും ഒപ്റ്റിമം ടെമ്പറേച്ചർ. ഒരു പ്രത്യേക പരിധിയിലെത്തുമ്പോൾ എൻസൈം ആക്ടിവിറ്റി ഹൈ ആവും. അതിന് ഒപ്റ്റിമം ടെമ്പറേച്ചർ ഒപ്റ്റിമം pH എന്നറിയപ്പെടുന്നു. ആക്ടിവിറ്റി ഡിക്ലൈൻ ബോത്ത് ബിലോ എബോവ് ദ വോളിയം. ഇനി അതിന് കൂടിക്കഴിഞ്ഞാലും ആക്ടിവിറ്റി ഡിക്ലൈൻ ആവും, അതിൽ കുറഞ്ഞാലും ആക്ടിവിറ്റി ഡിക്ലൈൻ ആയിട്ട് കുറയുകയാണ് അവിടെ ചെയ്യുന്നത് അല്ലേ. കാരണം ലോ ടെമ്പറേച്ചറിലും എൻസൈംസ് ടെമ്പറലി ഇനാക്റ്റീവാണ്. കുറഞ്ഞ ടെമ്പറേച്ചർ എൻസൈമിന് വേണ്ട ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 25 to 40 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിൻ്റെ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. 25 to 40 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. വെരി ഹൈ ടെമ്പറേച്ചർ ഡിസ്ട്രോയ് ദ എൻസൈം ആക്ടിവിറ്റി. ടെമ്പറേച്ചർ ഹൈ ആയി കഴിയുമ്പോൾ എൻസൈമുകൾ നശിച്ചു പോകുന്നു അല്ലേ. ഇനി ലോ ടെമ്പറേച്ചറിൽ എന്തായിരിക്കും അത് ഇനാക്റ്റീവായിട്ട് മാറ്റപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. അടുത്താണ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. സബ്സ്ട്രേറ്റ് കൂടുന്നതനുസരിച്ച് എൻസൈം ആക്ടിവിറ്റി കൂടുകയാണ് അവിടെ ചെയ്യുന്നത് അല്ലേ. ഇനി ഒരു പ്രത്യേക പരിധി കഴിയുമ്പോൾ സബ്സ്ട്രേറ്റ് സാച്ചുറേറ്റഡ് ആയിട്ട് മാറും. സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരേ രീതിയിൽ മാത്രമേ പ്രൊഡക്റ്റ് കിട്ടുകയുള്ളൂ.
വിത്ത് ഇൻക്രീസ് ദ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ വെലോസിറ്റി ഓഫ് എൻസൈം ആക്ഷൻ റൈസസ് ഫസ്റ്റ്. സബ്സ്ട്രേറ്റ് കൂടുന്നതനുസരിച്ച് വെലോസിറ്റി ഓഫ് എൻസൈമാറ്റിക് റിയാക്ഷൻ കൂടുന്നു അല്ലേ. അതേ മാക്സിമം വെലോസിറ്റിയാണ് വി മാക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കണ്ടോ. മാക്സിമം വെലോസിറ്റി എത്തുമ്പോൾ വിച്ച് നോട്ട് എക്സീഡ് ബൈ ഫർദർ റൈസ് കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്. പിന്നീട് എന്ത് ചെയ്യുന്നില്ല, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനെ ബാധിക്കുന്നില്ല. പിന്നെ ഒരേ രീതിയിൽ തന്നെ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, പ്രൊഡക്റ്റ് കിട്ടുകയുള്ളൂ കണ്ടോ. ഗ്രാഫ് പിന്നെ നേർരേഖയിലാണ് പോകുന്നത്. സിഗ്മോയിഡ് ഗ്രാഫാണ് ആദ്യം ഇത് നോക്കുക. ദിസ് ഈസ് ബിക്കോസിൻ്റെ കാരണം എന്ന് പറയുന്നത് എൻസൈം മോളിക്യൂൾ favor than substrate molecule. After the saturation of this molecule, there is no free enzyme molecule bind with additional substrate molecule. Substrate saturated ആയി കഴിഞ്ഞാൽ there is no free enzyme molecule bind with additional substrate അല്ലേ. അഡീഷണൽ സബ്സ്ട്രേറ്റുമായിട്ട് പിന്നെ എൻസൈം അവിടെ ബൈൻഡ് ആകുന്നില്ല. അതിനാണ് പ്രധാന റീസണായിട്ട് അവിടെ പറയുന്നത്. അപ്പോൾ വെലോസിറ്റി മാക്സിമം ആകുമ്പോഴാണ് സബ്സ്ട്രേറ്റ് സാച്ചുറേറ്റഡ് ആയിട്ട് മാറുന്നത്. ഈ ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ ഓഫ് എൻസൈമിന് 6 ക്ലാസ്സസ് ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ആദ്യത്താണ് ഓക്സിഡോ റിഡക്റ്റേഴ്സ്. എൻസൈമിന് ഒരേ സമയം ഓക്സിഡേഷനും റിഡക്ഷനും നടത്താനുള്ള കഴിവാണ് ഓക്സിഡോ റിഡക്റ്റേഴ്സ്. ഇവിടെ നോക്കുക, ആദ്യത്തെ എസ് എന്ന് പറയുന്ന ഫസ്റ്റ് സബ്സ്ട്രേറ്റ്, രണ്ടാമത്തെ S1 എന്ന് പറയുന്ന രണ്ടാമത്തെ സബ്സ്ട്രേറ്റ്. ആദ്യത്തെ സബ്സ്ട്രേറ്റിന് റിഡക്ഷൻ നടക്കുമ്പോൾ രണ്ടാമത്തെ സബ്സ്ട്രേറ്റിന് ഓക്സിഡേഷൻ നടക്കുന്നു ബിഫോർ റിയാക്ഷൻ മുമ്പ്. ഇനി ആഫ്റ്റർ റിയാക്ഷൻ എന്ത് തിരിച്ചു വരും. ആദ്യത്തെ സബ്സ്ട്രേറ്റിന് ഓക്സിഡേഷൻ നടക്കുമ്പോൾ രണ്ടാമത്തെ സബ്സ്ട്രേറ്റ് എന്തായി മാറും, റെഡ്യൂസ്ഡ് ആയിട്ട് മാറുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ എൻസൈമിന് ഒരേ സമയം ഓക്സിഡേഷനും റിഡക്ഷനും നടത്താനുള്ള കഴിവാണ് ഓക്സിഡോ റിഡക്റ്റേഴ്സ് എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. അടുത്താണ് ട്രാൻസ്ഫറാസസ്. എൻസൈമിന് ഒരു ഗ്രൂപ്പിനെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കഴിവാണ് ട്രാൻസ്ഫറാസസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കണ്ടാ, എൻസൈം കാറ്റലൈസ് എ ട്രാൻസ്ഫർ ഓഫ് എ ഗ്രൂപ്പ് ബിറ്റ്വീൻ പെയർ ഓഫ് സബ്സ്ട്രേറ്റ്സ് ആൻഡ് S1. എസിനൂടെ ആദ്യത്തെ ഗ്രൂപ്പ് G ആണ് വന്നിരിക്കുന്നത്, പിന്നെ S1. അതിന് ബിഫോർ റിയാക്ഷൻ. ആഫ്റ്റർ റിയാക്ഷൻ കണ്ട S+ രണ്ടാമത്തെ ഗ്രൂപ്പിനൂടെ ആര് വന്നിരിക്കുന്നു, ഈ G രണ്ടാമത്തെ ഗ്രൂപ്പിനൂടെ ട്രാൻസ്ഫർ ചെയ്ത് വന്നിരിക്കുന്നു. അതാണ് ട്രാൻസ്ഫറാസിസ്. ഇനി ഹൈഡ്രോളിസിസ് ഉണ്ട്. എൻസൈം കാറ്റലൈസിങ് ഹൈഡ്രോളിസിസ് എസ്റ്റർ ഈതർ പെപ്റ്റൈഡ് ഗ്ലൈക്കോസൈഡിക്ക് കാർബൺ ഹാലിഗൈഡ് ഫോസ്ഫേറ്റ് നൈട്രജൻ ബോൺസുമായിട്ടൊക്കെ ഹൈഡ്രോളിക് റിയാക്ഷനിലൂടെയാണ് വരുന്നത്. അടുത്ത ലയാസിസ്. എൻസൈം റിമൂവൽ ഓഫ് എ ഗ്രൂപ്പ് അല്ലേ ഫ്രം എ സബ്സ്ട്രേറ്റ് ബൈ മെക്കാനിസം അതർ ദാൻ ഹൈഡ്രോളിസിസ്. ഹൈഡ്രോളിസിസ് ഇല്ലാതെ തന്നെ ഒരു ഗ്രൂപ്പിനെ ഒരിടത്തു നിന്ന് റിമൂവ് ചെയ്ത് കളയാനുള്ള കഴിവ് ആർക്കുണ്ട്, എൻസൈമിനുണ്ട്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ 2 ഗ്രൂപ്പാണ്, ഒന്ന് X, ഇവിടെ Y. ഇത് ബിഫോർ റിയാക്ഷൻ. ആഫ്റ്റർ റിയാക്ഷൻ കണ്ടത് 2 മുറിഞ്ഞ് വേറെ വരുന്നു. ഇവിടെ കാർബൺ ഡബിൾ ബോണ്ടായിട്ട് മാറുന്നു. ഇവിടെ സിംഗിൾ ബോണ്ട്, ഇവിടെ എന്തായി മാറി, ഡബിൾ ബോണ്ടായിട്ട് മാറി. ലിവിങ് ഡബിൾ ബോണ്ട്സ് എന്നാണ് പറയുന്നത്. ഐസോമൊറൈസിസ്. എൻസൈമിന് ഒരേ സമയം ഐസോമറൈസേഷൻ റിയാക്ഷൻ നടത്താനുള്ള കഴിവുണ്ട്. ഐസോമറൈസേഷൻ ഒപ്റ്റിക്കലുണ്ട്, ജിയോമെട്രിക്കലുണ്ട് അല്ലേ, പൊസിഷൻ അങ്ങനെയുള്ള ഐസോമറൈസേഷൻ നടത്താനുള്ള കഴിവുണ്ട്. ലിഗാസിസ് ഉണ്ട്. എൻസൈം കാറ്റലൈസിങ് ലിങ്കിങ് ഓഫ് 2 കോമ്പൗണ്ട്. 2 കോമ്പൗണ്ടുകളെ ലിങ്ക് ചെയ്യിക്കാനുള്ള കഴിവാണ് ലിഗാസിസ് അല്ലേ. അതൊക്കെ ഏതൊക്കെ ബോണ്ടാകാം, കാർബൺ ഓക്സിജൻ ബോണ്ടാകാം, കാർബൺ സൾഫർ ആകും ബോണ്ടാകാം, കാർബൺ നൈട്രജൻ, കുറേ ബോണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവാണ് ലിഗാസിസ് അല്ലേ, ലിങ്കിങ് ടുഗദർ ഓഫ് 2 കോമ്പൗണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി കോഫാക്ടറെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. പ്രോട്ടീൻ ആർട്ട് ഓഫ് എൻസൈം ഈസ് കാൾഡ് കോഫാക്ടർ അല്ലേ. അതിനകത്ത് ഈ പ്രോട്ടീൻ പാർട്ട്, എൻസൈമിൻ്റെ പ്രോട്ടീൻ പാർട്ടിനെ അപ്പോ എൻസൈം എന്നും നോൺ പ്രോട്ടീൻ പാർട്ടിനെ പറയുന്ന പേരാണ് കോഫാക്ടർ എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. ഇവിടെ 3 ടൈപ്പ് ഉണ്ട് കോഫാക്ടർ. പ്രോസ്തറ്റിക് ഗ്രൂപ്പ് ഉണ്ട്, കോ എൻസൈം ഉണ്ട്, മെറ്റൽ അയോൺ ഉണ്ട്. പ്രോസ്തറ്റിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എൻസൈമിനെ ടൈറ്റായിട്ട് ബൈൻഡ് ടു ദ അപ്പോ എൻസൈം അല്ലെ. ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ആർ ഡിസ്റ്റിങ്വിഷ് അതർ ഫാക്ടർ ഇൻ ദേ ആർ ടൈറ്റ്ലി ബൗണ്ട് ടു ദ അപ്പോ എൻസൈം. അപ്പോ എൻസൈമിനെ ശക്തിയായി ചുറ്റുന്ന സാധനത്തെയാണ് പ്രോസ്തറ്റിക് ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ടൈറ്റ്ലി ബൗണ്ട് ടു അപ്പോ എൻസൈം. അപ്പോ എൻസൈം എന്ന് പറയുന്നത് പ്രോട്ടീൻ പാർട്ട് ഓഫ് ദ എൻസൈം അപ്പോ എൻസൈമും നോൺ പ്രോട്ടീൻ പാർട്ടിനാണ് കോഫാക്ടർ എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. എക്സാമ്പിൾ പറയുന്നുണ്ട്, പെറോക്സിഡൈസ് ആൻഡ് കാറ്റലൈസ് വിച്ച് കാറ്റലൈസ് ബ്രേക്ക് ഡൗൺ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിക്കാൻ സഹായിക്കുന്ന എൻസൈമാണ് പെറോക്സിഡൈസ് എന്ന എൻസൈമാണ് സഹായിക്കുന്നത്. വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറ്റപ്പെടും. ഇവിടുത്തെ പെറോക്സിഡൈസ് എന്ന് പറയുന്ന സാധനമാണ് ഇവിടുത്തെ അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു പ്രോസ്തറ്റിക് ഗ്രൂപ്പാണ്. ഹീം എന്ന് പറയുന്ന പ്രോസ്തറ്റിക് ഗ്രൂപ്പാണ് അവിടെ ഉപയോഗപ്പെടുന്നത്. ഹീം കേട്ടോ, ഹീം എന്ന് പറയുന്ന ഒരു പ്രോസ്തറ്റിക് ഗ്രൂപ്പാണ് അതിനുവേണ്ടി അവിടെ ഉപയോഗപ്പെടുന്നത്. ആര് മേടിക്കുന്നത്, നൈട്രജൻ പെറോക്സൈഡ് മേടിക്കാൻ വേണ്ട
ഒരു പ്രോസ്തറ്റിക് ഗ്രൂപ്പാണ് ഹീം. ഡയഗ്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കോഫാക്ടർ, ഇത് കോഎൻസൈം, ഇത് അപ്പോ എൻസൈം. അപ്പോ എൻസൈം എന്ന് പറയുന്നത് എൻസൈമിൻ്റെ പ്രോട്ടീൻ പാർട്ടാണ് അപ്പോ എൻസൈം. നോൺ പ്രോട്ടീൻ പാർട്ടാണ് അവിടെ കോഫാക്ടർ എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. കോഎൻസൈം, they are also organic compound which are associated with the apo enzyme, only transient, usually occurring during the occur of catalysis. അല്ലേ? അപ്പം എസെൻഷ്യലായിട്ട് പറയുകയാണെങ്കിൽ ഇതും ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ്. കോ എൻസൈംസ് എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനകത്ത് എസെൻഷ്യൽ കോമ്പൗണ്ട്സ് മെനി എൻസൈം ഒക്കെ ഉണ്ട്. ഇതിനകത്ത് വരുന്നത് NAD, NADP ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? കോ എൻസൈമുകൾക്ക് എക്സാമ്പിളാണ്. NAD എന്ന് പറയുമ്പോൾ നിയാസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് NADയും NADP. അല്ലേ? കോഎൻസൈം എന്ന് പറഞ്ഞാൽ നിക്കോട്ടമൈൻ അഡിനിൻ ഡൈ ന്യൂക്ലിയോടൈഡും നിക്കോട്ടമൈൻ അഡിനിൻ ഡൈഫോസ്ഫേറ്റും ആണ് ഇതിൽ വരുന്നത്. ഈ പറയുന്ന നിയാസിൻ്റെ അണ്ടറിൽ വരുന്ന കോഎൻസൈംസ് ആയിട്ട് അവിടെ പറയുന്നത്. ഇനി മെറ്റൽ അയോൺസ് ഉണ്ട്. ചില എൻസൈമാറ്റിക് റിയാക്ഷൻ നടക്കണമെങ്കിൽ എന്ത് ആവശ്യമാണ്? മെറ്റലിൻ്റെ പ്രസൻസ് വളരെ ആവശ്യമാണ്. എ നമ്പർ ഓഫ് എൻസൈം require metal ion for their activity in the form of coordination bond which is side chain at active site and at the same time to form one or more coordination bond with the substrate. സിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടോലൈറ്റിക് എൻസൈംസ് ഓഫ് കാർബോക്സി പെറ്റലൈസ്. കാർബോക്സി പെറ്റലൈസിൻ്റെ ഒരു പ്രോട്ടോലൈറ്റിക് എൻസൈമാണ് സിങ്ക്. അപ്പോൾ മെറ്റൽ അയോൺസ് ഉണ്ടെങ്കിൽ പല റിയാക്ഷനുകളും അവിടെ നടക്കുകയുള്ളൂ. ഇത്രയും കണ്ടൻറ്റുകളാണ് നമ്മുടെ ഈ പാഠവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട വസ്തുക്കൾ. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ടായിട്ട് കാണിക്കുന്ന കോ ഫാക്ടർ, എസെൻഷ്യൽ അയോൺസ്, കോ എൻസൈം, പ്രോസ്തറ്റിക് ഗ്രൂപ്പ്. അല്ലേ? കോ എൻസൈം എന്ന് പറഞ്ഞാൽ ലൂസ്ലി ബൗണ്ട് ചെയ്യുന്നതാണ് കോ എൻസൈം. ടൈറ്റ്ലി ബൗണ്ട് ചെയ്യുന്നതാണ്, ടൈറ്റായിട്ട് ചുറ്റുന്നതാണ് പ്രോസ്തറ്റിക് ഗ്രൂപ്പ്. കേട്ടല്ലോ? ആക്ടിവേറ്റർ മെറ്റൽ അയോൺസും ഉണ്ട്. മെറ്റൽ അയോൺസ് ഓഫ് മറ്റു കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്, ടൈപ്പ് ഓഫ് പറയുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയുന്ന പ്രധാനപ്പെട്ട വസ്തുതകൾ. ഫോക്കസ് ഏരിയയിൽ ബയോ മോളിക്യൂളുമായിട്ട് ഇത്രയും കണ്ടൻറ്റുകളാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്.